ഇത് 37 രൂപ. 70 രൂപ ചോദിക്കണേ, 66 രൂപ കൊടുക്കും. ഒരു 18 രൂപ സാധനം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് കാളൻ്റെ ഒരു ഏരിയ കേട്ടോ. പറമ്പിൽപ്പീടിയ ചന്തയിലെ ഏറ്റവും വലിയ 2 പോത്താണ് ഈ കാണുന്നത്. ഇത് മുട്ടക്കോഴികളാണ്. ഇത് ഒരെണ്ണം 100, 5 എടുക്കുമ്പോൾ 450. അതായത് നമ്മൾ കൊടുക്കുന്ന ജോഡി 400. നമ്മളെ ആട് ചന്തയിൽ ഇങ്ങനെ കച്ചവടം നടക്കുക കേട്ടോ. ആ കച്ചവടം നടക്കുന്ന സീനാണ് കേട്ടോ. അത് ചോദിച്ചത് 18. നീ കുറച്ച് കിട്ടിയാൽ കൊടുക്കും. ഇവിടെയൊക്കെ പച്ചക്കറീൻ്റെ ഏരിയ ആണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് പറമ്പിൽപ്പീടിയ ചന്തയിലാണ്. അപ്പോൾ ചന്തയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ മാരില്ല കേട്ടോ. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഒരുപാട് കച്ചവടക്കാർ ഈ സൈഡിലായിട്ടും ആ സൈഡിലായിട്ടും പലതരം കച്ചവടക്കാർ ഈ സൈഡിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെയൊക്കെ ആയിട്ട് നോമ്പൊക്കെയാണ്. അപ്പം തിരക്കിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോഴിക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട്. നമ്മൾ ഇത് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മാത്രം ആ സമയത്ത് വീഡിയോ എടുത്തട്ടോ, അതിൻ്റെ ശേഷം എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മൊത്തത്തിലൊന്ന് കാണാം. ഇത് 37 രൂപ. ഇങ്ങനെ 37 ഉണ്ട്, 34 ഉണ്ട്, അങ്ങനെ 34 രൂപ. എന്തൊക്കെയാണ് സാധനം? ഇത് മോറ കുട്ടിയാണ്. ഇത് മോറ കുട്ടിയാ. ഇത് മോറ, അത് മോറാണ്. റേറ്റ് ഉണ്ട് 34 രൂപ. പിന്നെ ഒക്കെ ആന്ധ്രാപോത്ത്. മോളത്തെ തന്നെ ഇങ്ങനെ നോക്കിന് ഇങ്ങനെ 46 രൂപ, 47 രൂപ, 47. മോൾ അങ്ങോട്ട് തന്നെ. പിന്നെ മറ്റേ 49. ഇത് 49. തൂക്കിന് 1.30. ഇത് നമ്മളത് ഇവിടെ 10-15 ഒക്കെ കഴിഞ്ഞാൽ ഇനി 2 ഉള്ളൂ. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റ് വെച്ചാൽ ചന്തയിൽ. ഇവിടെ 250 എപ്പോഴും പൂത്തിട്ടു. ഇതിനൊക്കെ 50 റുപ്യ ചോദിച്ചിട്ടുള്ളൂ. ഇതൊരു 45 റുപ്യ കൊടുക്കും. 70 രൂപ ചോദിക്കണേ, 66 രൂപ കൊടുക്കും. കിട്ടിയാൽ കൊടുക്കും. ഇത് നല്ല നാടൻ പോത്ത്, നാട്ടിൽ നിന്ന് വാങ്ങിയ പോത്ത്. ഇവിടെ ഇപ്പോൾ കച്ചവടം നടക്കട്ടോ. കച്ചവടം നടക്കണ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ കൊണ്ടുപോയിട്ടോ, സാധനം കൊണ്ടുപോകണേ. അപ്പോൾ ഏകദേശം കച്ചവടം ആയി തോന്നുന്നു. 10 രൂപയ്ക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ 10 രൂപയ്ക്ക് കൊടുക്കൂലല്ലോ അപ്പോൾ അല്ലേ? 15 രൂപ ഇട്ടേ കൊടുക്കുള്ളൂ അല്ലേ? ഇതിവിടെ ഈ ഭാഗത്ത് ഫുള്ള് പൈക്കളാട്ടോ. പൈക്കള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പൈക്കളാണ്. പൂത്ത് കൊടുക്കണേ 55 രൂപയ്ക്ക് കേട്ടോ. ഇത് എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞേ? 1.25 ഉണ്ടാവും എന്നാണ് പറഞ്ഞോ. ഏതാ വണ്ടു? ഏതാ ഇത്? 45 രൂപ ഉള്ളൂ. ആ, അതൊരു 150 രൂപ ഉണ്ടാവും. ഇത് 47. ആ, ഒരു 1.60 ഉണ്ടാവും. ആ, വേറെ വലിയ പൂത്തുകളൊക്കെ ഉണ്ട്. അതാ നോക്കാം. പോത്തുകൾ തന്നു. ആ, ഇത് 55 രൂപയ്ക്ക്. ആ, വലിപ്പമല്ല പോത്താണ്. ആ, അടുത്തോട്ട് പോരട്ടെ. ആ, പോരട്ടെ. ഇതൊക്കെ 70 രൂപേൻ്റെ മുകളിൽ വരും. ഇതൊക്കെ വലിയ വലിയ പൂത്തളാണ് കേട്ടോ. വലിയ പൂത്തളാണ്. ആ, വലിയ പൂത്തള. ആ, തലക്കാരുണ്ട് കേട്ടോ. ആ, അത് 80 രൂപ ആവുള്ളൂ. ആ, പേരും പോത്തുകൾ ഇങ്ങോട്ട് വരാൻ പറയും. വണ്ടി ഇടിച്ചില്ലേ? കിട്ടില്ലേ? എന്താ അങ്ങനെ വരാം. ആ, ചില നോക്കട്ടോ. ആ, എന്താണ് 80 ആട്ടോ. 98 46 56 79 01 അരിപ്ര മങ്കട. ഇതാ ഈ ഭാഗത്തൊക്കെ വലിയ കാളുണ്ടോ. ഈ കാണുന്ന വലിയ കാളകളെ ഏരിയ ആണ് ഇതവിടെ. അതിൽ കൂടിയാണ് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യം പ്രയാസമാണ്. ഏതായാലും എന്താ ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാളകൾ, മുരികൾ ഒക്കെ ഉള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ഫുള്ള് കാള കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് പറഞ്ഞാൽ പൈക്കൾ കേട്ടോ. അതിൻ്റെ ചെറുതും വലുതും അങ്ങനെയുള്ള എല്ലാ സാധനവും ഈ സൈഡിലുണ്ട്. ഈ കാണുന്ന ഏരിയ ഫുള്ള് കാളിൻ്റെ ഏരിയ കേട്ടോ. ഇതവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെയും കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ എന്താ എങ്ങനെ നിലവാരമൊക്കെ? ഇന്നൊക്കെ നിലവാരം ഭയങ്കര വിലയാണ്. ഇന്നിപ്പോൾ ആളും കമ്മിയാണ്. പറ്റേ
ഈ ഇറച്ചി കൊടുത്താണ്ടേ ഈ ഇറച്ചി കച്ചവടക്കാരൊക്കെ ഈ പരിപാടിക്ക് ഇറച്ചി പള്ളിയിൽ കൊടുത്താണ്ട് ഒക്കെ ക്ഷീണം ആരും വന്നിട്ടില്ലെന്ന്. ഇന്ന് അറവച്ചുടക്കാർ ആരും വന്നില്ല. ബദിരിങ്ങളാണ്ടായതുകൊണ്ട് ഇന്നലെ ബദിരിങ്ങളാണ്ടായതുകൊണ്ട് അടുത്ത ആഴ്ചയൊക്കെ തിരക്കുണ്ടാവും. ഇനി മുതൽ തിരക്കൊണ്ടേ കാരണം പിന്നെ വലിയ പെരുന്നാളിൻ്റെ പരിപാടികളൊക്കെ ആയില്ലേ. അപ്പം ഇനി ഇങ്ങനെ സ്ഥാനം കമ്മി ഉണ്ടാവില്ല, ജാസ്തികാരം. പിന്നെ നമ്മളെ സാധനമൊക്കെ നമ്മൾക്ക് കഴിഞ്ഞു. നമ്മൾ അഞ്ഞൊരു 5-6 ഉണ്ട് വിറ്റതാണ്. ഇപ്പൊ ഇവിടെ ഇനി വെറുതെ ഇങ്ങനെ നോമ്പല്ലേ പുത്തർക്ക്. അത് കൂടിയുള്ളു. കാളക്കന്ന് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തേനി ആ കന്നേ ഞാൻ വിറ്റാണ് അങ്ങോട്ട്. ആ കാളാല് ഞാൻ കൊടുത്താ. അതൊക്കെ 65-70 അങ്ങനെ വിലയിൽ കൊടുത്താ. പാമ്പിന്റെ നമ്പർ പറഞ്ഞാൽ എൻ്റെ നമ്പർ തന്നെയല്ലേ? വള്ളംപുറം 89 43 21 25 05. 89 43 21 89 43 21 25 05. ചീമൂര് കുട്ടിയാ, ചെറുക്കുള്ള കുട്ടിയാ. നമുക്ക് 10 റുപ്യ കൊടുക്കാം. പള്ളിയിലൊന്നും ഇല്ല. ലാസ്റ്റ് 9 റുപ്യ കൊടുക്കാം. അല്ല ജാഫ്രബാദി പോത്ത് ഈ മുരുട്ടുണ്ടെങ്കിൽ നല്ല കൊമ്പ് നമുക്കൊരു 30 റുപ്യ കൊടുക്കാം. അത് 11:30 കഴിഞ്ഞിട്ട് വേറെ ചോദിച്ചില്ല. കച്ചവടം കുഴപ്പമില്ല. നോമ്പിനുള്ള ക്ഷീണുണ്ട് ഉണ്ട്. വേറെ കുഴപ്പമില്ല സാർ. അതെത്ര റേറ്റ് വരുന്നേ? ഇതെന്തെങ്ങനെ റേറ്റ് വരുന്നേ? ഇത് ഒരു 1.25 ചോദിക്കണം കേട്ടോ. അത് നല്ല വലുപ്പമുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടാവും. ഇത് ഏകദേശം എത്ര ഉണ്ടാവും തൂക്കം? ഒരു 3.5 ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് അത്യാവശ്യം സാധനമാണ്. സാധനം ഒന്നും കണ്ടാളേ. ആരാ നോക്കി 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 ശരിക്കും അവർ പറഞ്ഞോ? പിന്നെ ഞങ്ങൾ ഒന്ന് പറഞ്ഞ് അടുപ്പിച്ച് നിങ്ങളെ അടുപ്പിച്ച് ചന്തൊക്കെ കുഴപ്പമില്ല. ഇന്ന് കുറച്ച് ആൾ കമ്മിയുണ്ട്. മാസം 15 പരിപാടിയായിട്ട് റിസൾട്ട് വെക്കും ആൾക്കാർ ഉണ്ടാവേ. അത് ഇത് വേണോ? ഏതാ ഇതോ? ഇതല്ലേ 46 കൊടുക്കും. ഇതൊക്കെ അത് അരിയാനെ കൂട്ടി കച്ചി നമ്മളെ കാലിച്ചന്തൻ്റെ കുറച്ച് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ ആടിൻ്റെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ഇപ്പോൾ ഒരു ആടിനെ ഇപ്പോൾ കച്ചവടമാകാൻ പോകാം കേട്ടോ. കച്ചവടമാണ് പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ആ കച്ചവടമായെന്ന് തോന്നുന്നുണ്ട്. സാധനം കൊടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ വലിയ ആടുണ്ട്, ചെറിയ ആടുണ്ട്, എല്ലാ ടൈപ്പ് ആടുണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട്, അതേമാതിരി അവിടെയുണ്ട്. പല വെറൈറ്റി പെട്ട ആടുകളുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ചെറുതുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള ടൈപ്പ് അതുണ്ട് ഇവിടെ. ഈ ആട് തള്ളിയും കുട്ടികളാണ്. ഒരാടും കുട്ടിയും ഒരു കൂറ്റൻകുട്ടിയും ഒരു പെണ്ണാൻകുട്ടിയും നമ്മളെ വീട്ടിൽ പോയിട്ടാണ്. 4 മാസമായ കുട്ടികളാണ്. ഇപ്പോൾ കുട്ടികൾ കഴിച്ചാൽ ഒരു 1 ലിറ്റർ പാലൊക്കെ കിട്ടും. ഇതിപ്പോ 30,500 കൊടുത്താ 3 കൂടി 30,500. ആടുണ്ട്, ഇതിനൊക്കെ കൊടുത്താണ്. വീട്ടിൽ ഇനി ആടുണ്ട്. 89 21 39 75 32. ഇതൊരു 20ന്റെ മുകളിലുണ്ടാവും. നാടന അത് ചോദിച്ചത് 18. അതിന് നീ കുറച്ച് കിട്ടിയാൽ കൊടുക്കും. ആടുകൾ വേറെയുണ്ട്. കൊട്ടത്തൊക്കെ വിറ്റാ. എത്ര റേറ്റ് വയ്ക്കുന്നത്? 18 റുപ്യ. അത് ഏതാ സാധനം? മലബാരി അല്ലേ? ആ കോഴി ഒന്നിന് 550 റുപ്യ. 550 റുപ്യ അല്ലേ? അത് നമ്മളതല്ല, അത് അങ്ങേപ്പുറത്തുള്ള പാറ്റില്ല. പടക്കോഴി ഇതൊക്കെ 350 400 450 പല വിലയുണ്ട്. ആ 50 റുപ്യ ഇങ്ങോട്ട് തരണം. നിങ്ങൾക്ക് പറ്റേ കൊണ്ടുപോയിക്കോളി. കോഴി പറ്റുമോ നോക്കി മുതൽ തന്നോ നോക്കുക, അത് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് തിരിച്ചുണ്ടെന്നോ ഞാൻ എടുക്കൂല. ആദ്യം പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പണി നമുക്ക് പറ്റിയ പണിയല്ല. അത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച 350 ഉണ്ടെന്ന് തന്നെ ഞാനിപ്പോൾ ആ കോയിനെ അതിലിട്ടിട്ട് ആ കോഴിക്ക് ഒരു കുഴപ്പം ഞാൻ കാണില്ല. അത് മനസ്സിലായില്ല.
അപ്പോൾ ഈ അടുത്ത ആഴ്ച എന്നാ കോഴി തിന്നണില്ല പാത്തണില്ല എന്നെ തിരിച്ചുവിട്ടാ കോഴി ഞാൻ തിരിച്ചെടുക്കൂല. ഇത് നമ്മൾ ജോഡിക്ക് ചില്ലറ കൊടുക്കുന്ന ജോഡി 320, 350 320 കൊടുക്കുന്നുണ്ട്. ഇനി അതിലും കൂടുതൽ എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ കുറച്ച് കൊടുക്കും. ഒരുപാടുണ്ട്. ഇത് മുട്ടക്കോഴികളാണ്. ഇത് ഒരെണ്ണം 100, 5 എടുക്കുമ്പോൾ 450. കരിങ്കോഴി ജോഡി 340, ജോഡി നമ്മൾ 320, 300 ലെവലിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗിനിക്കോഴി ഉണ്ട്. ഗിനിക്കോഴി ജോഡി 340, 320. ഇത് നാടൻ കുട്ടികൾ ജോഡി 450, 420, 400 കൊടുക്കുന്നുണ്ട്. ടർക്കി ജോഡി 600, 550, 500 കൊടുക്കുന്നുണ്ട്. താറാവ് നമ്മൾ കൊടുക്കുന്ന ജോഡി 400. പിന്നെ ഇതിൻ്റെ വലുത് ജോഡി കൊടുക്കുന്നത് 450. പിന്നെ നാടൻ കോഴികളുണ്ട്. ഇത് ഒന്നിന് 350. കൂടുതലെടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കും. കമ്മി ഉണ്ടാവും. ഇത് നമ്മൾ ജോഡി വലുത് ജോഡി 450. ചന്തയിൽ തുണിക്കച്ചവടങ്ങളുണ്ട്. പിന്നെ ഇവിടെ കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. ഇതവിടെ നാടൻ തേൻ ഉണ്ട് അല്ലേ? തേൻ എങ്ങനെയാണ് റേറ്റ്? തേൻ എങ്ങനെ? അത് 350 രൂപ അല്ലേ? നാടനാ സാധനം? ആ പിന്നെ ഇതോ നാടൻ തേനല്ലേ? ഏറ്റവും കുറഞ്ഞ എത്ര ഇതിൽ? ആ ഏതാ സാധനം? കാട്ടുതേൻ. എത്ര? പച്ചക്കറി കച്ചവടം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വത്തക്ക കച്ചവടം ഉണ്ട്. അപ്പോൾ ഏതെടുത്താലും 10 രൂപ കേട്ടോ. ഈ കാണുന്നത് പലതരം കോയിൻസിൻ്റെ കച്ചവടം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടെയൊക്കെ കോയിൻസാണ്. പിന്നെ ഇവിടെ ഇതാ നമ്മളെ മുറം, അതേപോലെ കൊട്ടക്കയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ വലകളുണ്ട് ഈ സൈഡിൽ. അപ്പോൾ നമ്മൾ ചന്തയൊക്കെ ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ചന്ത ഇപ്പോൾ ഏകദേശം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുക. നല്ല ഉത്സാഹം തന്നെയാണ്. നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കുറച്ച് ക്ഷീണം കൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞ ആളുകളൊക്കെ വരും. ഇപ്പോൾ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ വരും. സ്കൂൾ പിന്നെ ക്ഷീണമല്ലേ, നോമ്പാണ് ഒന്നാമത്തെ, അതാണ് ഒക്കെ ശരിയായിക്കോളും. റേറ്റും കാര്യമൊക്കെ നല്ല പാകുണ്ട്. ഇന്ന് ഉള്ളിക്കൊക്കെ 25 ഉറുപ്പിയാണ്. വലിയ ഉള്ളിക്ക് ഒക്കെ കുറവാണ്. ആ വത്തക്ക ഒരു വത്തക്ക 10 ഉറുപ്പ്യൊക്കെ വെക്കണം, വലിയൊരു വത്തക്ക. ആ സാധനം എല്ലാം എല്ലാം നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ വിലക്കുറവ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ്. അത് പ്രതീക്ഷിച്ച് എല്ലാവരും വരണത്. നോമ്പല്ല, അപ്പോൾ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വിത്തുകളുണ്ട്. പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ മകിൻ്റെ താഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കൈക്കോട്ടിൻ്റെ ഈ സൈഡിലാണെങ്കിൽ ഫുള്ള് ഇതാ നമ്മളെ കത്തികൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാ ഇവിടെ നമ്മളെ മാങ്ങ വെക്കുന്നത് അടിപൊളിയായിട്ട് ഉണ്ടോ. നല്ല നല്ല പച്ച മാങ്ങ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങട്ടോ. പിന്നെ ഈ സൈഡിലും കത്തികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ അതാ നമ്മളെ കോഴികളൊക്കെ ഈ സൈഡിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ആൾക്കാർ ഇതാ കണ്ടില്ലേ മാങ്ങൊക്കെ വാങ്ങിപ്പോകുന്നുണ്ട്. സംഭവം ഇതാ ഇവിടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ കിട്ടും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല പൂളുണ്ട്. പിന്നെ ഈ ചന്തയിൽ മറ്റുള്ള ചന്തേനേക്കാളും കൂടുതൽ അത്യാവശ്യം നല്ല ആക്സസും ഉണ്ട്. പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ള ഒരു പ്രത്യേകം കൂടി ഈ ചന്തയ്ക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഇവിടെ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലക്കുറവിൽ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുതലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്കൊക്കെ വിലക്കുറവുണ്ട്. ഉള്ളി അങ്ങനെയുള്ള ഒരുവിധം സാധനങ്ങൾക്കൊക്കെ ഈ സൈഡിൽ വിലക്കുറവുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പച്ചക്കറീൻ്റെ ഏരിയയാണ്. ഈ ഇവിടുന്ന് ആ തല വരെ പച്ചക്കറീൻ്റെ ഏരിയയാണ്. പിന്നെ അവിടെ ഡ്രസ്സിൻ്റെ ഏരിയ. അങ്ങനെ ഓരോ ഭാഗങ്ങളും ഒരു വ്യത്യസ്തമായ ഓരോ സാധനങ്ങളാട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവിടെയും അതേമാതിരി ആ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ പറമ്പിൽപീടിക ചന്തയും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ആഴ്ചയിലെ എല്ലാ ചൊവ്വാഴ്ചയാണ് പറമ്പിൽപീടിക ചന്ത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.